നമസ്കാരം. വെറും 500 രൂപ നിക്ഷേപിച്ചുകൊണ്ട് മന്ത്ലി ഒരു വരുമാനം ഏൺ ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ് നിങ്ങൾ. എന്നാൽ പോസ്റ്റ് ഓഫീസിൽ അതിനായിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ട്. ആ പദ്ധതികളെക്കുറിച്ചാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലും 2 ലിങ്ക് ഉണ്ട്. ഒന്ന് ഈ പോസ്റ്റ് ഓഫീസ് പദ്ധതികളെ കുറിച്ചുള്ള കാര്യങ്ങൾ, 2 ഞങ്ങളുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക്. ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത ഇതുപോലെയുള്ള പദ്ധതികളുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ നിരന്തരമായിട്ട് ഓരോ ദിവസം മണിക്കൂറുകൾ കിട്ടും. അതുകൊണ്ട് എല്ലാവരും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നിൽക്കുക. പോസ്റ്റ് ഓഫീസിനെ സംബന്ധിച്ചിടത്തോളം അറിയാലോ, ഒരുപാട് പദ്ധതികൾ, ഒരു ഫിൻടെക് സ്ഥാപനം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. പലതരത്തിലുള്ള പദ്ധതികളാണ് പോസ്റ്റ് ഓഫീസിനകത്തുള്ളത്. എല്ലാത്തിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഗ്യാരണ്ടിയാണ്, സർക്കാർ ഗ്യാരണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിഡ്രോ അടിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തുക നമുക്ക് കൃത്യമായിട്ട് കിട്ടും എന്നതാണ് നമുക്ക് ഉറപ്പുള്ള ഒരു കാര്യം. ഒരിക്കലും പോസ്റ്റ് ഓഫീസ് കുറേ വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് അത്രയേ ഉള്ളൂ എന്നൊന്ന് പറഞ്ഞിട്ട് നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവില്ല. അതാണ് ഗവൺമെൻറ്റിൻ്റെ ഗ്യാരണ്ടി. അങ്ങനെ ആ ഗ്യാരണ്ടിയോട് കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ഇൻഷുറൻസിലൊക്കെ പോസ്റ്റ് ഓഫീസ് ചെറിയ ഒരു 700-800 രൂപ കൊടുത്താൽ, 299 രൂപ കൊടുത്താൽ പോസ്റ്റ് ഓഫീസ് ഹെൽത്ത് ഇൻഷുറൻസ് ഇറക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ടേം ഇൻഷുറൻസ് ഇറക്കിയിട്ടുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള ഇൻഷുറൻസ് സ്കീമുകളെല്ലാം പോസ്റ്റ് ഓഫീസിലുണ്ട്. അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികൾ, ഒരുപാട് പദ്ധതി, ഗ്യാരണ്ടി പദ്ധതികൾ ഒരുപാടെണ്ണം പോസ്റ്റ് ഓഫീസിനകത്ത് അവൈലബിൾ ആണ്. ഇനി സാധാരണ ATM കാർഡ് ഉള്ള ബാങ്ക് അക്കൗണ്ട് വേണം, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്. അങ്ങനെ പോസ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞാൽ പഴയ കത്തയക്കുന്ന ഇടപാടുകളൊന്നും അല്ല. ഇന്ന് കാലം മാറി കംപ്ലീറ്റ്ലി ഡിജിറ്റലൈസ് ആയി ഒരുപാട് ഫിൻടെക് സർവീസസുകളൊക്കെ ആയിട്ട് വലിയ ഒരു കമ്പനി, ഒരു സ്ഥാപനമായിട്ട് മാറിയിരിക്കുകയാണ് ഈ പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്നത്, ഇന്ത്യ പോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പദ്ധതികൾ എന്ന് വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയേക്കാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന പോസ്റ്റ് ഓഫീസിലെ ചില പോസ്റ്റ് ഓഫീസ് സേവിംഗ് സ്കീമുകളെ കുറിച്ചാണ്. ഇതിനകത്ത് പ്രധാനമായിട്ടും എല്ലാവരും ഇന്നൊരു പോപ്പുലറായിട്ട് കാണുന്ന ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. സുകന്യ സമൃദ്ധി അക്കൗണ്ടുകളാണ്. അത് പെൺകുട്ടികളൊക്കെ ഉള്ള അച്ഛനമ്മമാർക്ക് ഈ പദ്ധതി എടുത്തു കഴിഞ്ഞാൽ അവർ വേണ്ടി ചെറിയ ചെറിയ തുക നിക്ഷേപിച്ച് അവർ കല്യാണ പ്രായമൊക്കെ ആകുമ്പോൾ, 18 വയസ്സൊക്കെ ആകുമ്പോൾ വലിയൊരു എമൗണ്ട് ഇങ്ങോട്ട് കിട്ടുന്ന ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു പദ്ധതിയൊക്കെ എല്ലാവരും ചെയ്യാം. 250 രൂപ മിനിമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. ഒരു വർഷത്തേക്ക് 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യുന്ന ഒരു രീതിയിൽ ആ സംഭവം സെറ്റപ്പ് ചെയ്യാൻ പറ്റും. നല്ലൊരു പെർസെൻറ്റേജ് റിട്ടേൺ ആണ് കിട്ടുക. അതുപോലെ തന്നെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് എന്ന് പറഞ്ഞാൽ വേറൊന്നുണ്ട്. അതും 500 രൂപ മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. 1.5 ലക്ഷം രൂപ വരെ നിങ്ങൾക്ക് ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്യാം. നല്ല റിട്ടേൺ കിട്ടുന്ന ഒരു പദ്ധതിയാണ് അതും. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരുപാട് വായിച്ചിട്ടുണ്ട് ചെറുപ്പകാലങ്ങളിലൊക്കെ, കിസാൻ വികാസ് പത്ര എന്ന് പറഞ്ഞിട്ടൊരു പദ്ധതി. ഇത് ഒരു 1000 രൂപയാണ്. ഇതിന് കുറച്ച് ചെറിയ എമൗണ്ട് അല്ല, കുറച്ച് വലിയ എമൗണ്ട് ആണ്. മിനിമം ഒരു 1000 രൂപ വേണം. അത് 1000 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ 100ന്റെ മൾട്ടിപ്ലിക്കേഷൻ, 1100, 1200 ഇങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്തിട്ട് നല്ല റിട്ടേൺ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണത്. ഇപ്പോൾ ഈ ഒരു 2 പദ്ധതികൾ കണ്ടു, കിസാൻ വികാസ് പത്ര, സുകന്യ സമൃദ്ധി യോജന, അതുപോലെ പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട്. അതുപോലെ തന്നെ ഇവരെ ഒരു ഡെപ്പോസിറ്റ് സ്കീം ഉണ്ട് ഇവിടെ, നാഷണൽ സേവിങ്സ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് എന്ന് പറഞ്ഞ ഒരു സ്കീം. ഈ സ്കീമും കുഴപ്പമില്ല. ഇത് 100 രൂപയ്ക്ക് മുകളിൽ നിങ്ങൾക്ക് എത്ര എമൗണ്ട് വേണം സ്പെൻഡ് ചെയ്യാൻ പറ്റും, 110, 120 അങ്ങനെ എത്ര എമൗണ്ട് വേണം സ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ജോയിന്റ് ആയിട്ടും ഒറ്റയ്ക്കായിട്ട് നിങ്ങൾക്ക് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. തൊട്ടടുത്തുള്ള പോസ്റ്റ് ഓഫീസിൽ പോയാലാണ് ഇത്തരത്തിലുള്ള എല്ലാ സർവീസും നിങ്ങൾക്ക് കിട്ടുക. ഇനിയും ഒരുപാട് പദ്ധതികൾ ഇതിനകത്തുണ്ട്, പോസ്റ്റ് ഓഫീസിനകത്തുണ്ട്. ഇതിൽ ടോപ്പ് ആൻഡ് ആയിട്ടുള്ള ഒരു 4 പദ്ധതിയാണ് പറഞ്ഞത്. 1 നാഷണൽ സേവിങ്സ് റെക്കറിംഗ് ഡെപ്പോസിറ്റ് അക്കൗണ്ട്, RD അക്കൗണ്ട്. 2 സുകന്യ സമൃദ്ധി യോജന. 3 പബ്ലിക് പ്രൊവിഡന്റ് ഫണ്ട് അക്കൗണ്ട്. 4 കിസാൻ വികാസ് പത്ര. ഈ 4 പദ്ധതികളാണ് ഇതിനകത്തുള്ളത്. അതുകൂടാതെ ഒരുപാട് മറ്റുള്ള സ്കീമുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ സ്കീമുകളെല്ലാം നമുക്ക് വേണ്ടിയിട്ടുള്ള സ്കീമുകളാണ്, സർക്കാരിൻ്റെ സ്കീമുകളാണ്, ഗവൺമെൻറ് ഗ്യാരണ്ടിയുള്ള സ്കീമുകളാണ്. കൃത്യമായിട്ടുള്ള എഗ്രിമെൻറ്റും കാര്യങ്ങളും നമ്മൾക്ക് കിട്ടും, ബോണ്ടും കാര്യങ്ങളും കിട്ടും. ഇതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ, അപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, നിങ്ങൾ എന്ത് ചെയ്യുക, പോസ്റ്റ് ഓഫീസിൽ ഒരു അക്കൗണ്ട് എടുത്താൽ മാത്രം മതിയോ. അക്കൗണ്ട് എടുത്തിട്ട് ബാക്കി കാര്യം ചെയ്യുക. അപ്പോൾ ഒരു ആധാർ കാർഡ്, ഒരു ഫോട്ടോ, പാൻ കാർഡ്, ഇത്രയും കാര്യങ്ങളൊക്കെ, ഒരു ഫോട്ടോഗ്രാഫും കാര്യങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ഒരു 500 രൂപ, 100 രൂപ, ഒരു 1000 രൂപയൊക്കെ ആയിട്ട് നിങ്ങൾ നേരെ പോസ്റ്റ് ഓഫീസിലേക്ക് ചെല്ലുക. പോസ്റ്റ് ഓഫീസിൽ ചെന്നിട്ട് നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ഏതെങ്കിലും ഒരു സ്കീമുകളിൽ ജോയിൻ ചെയ്യുന്നതിനോടൊപ്പം ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ഒരു അക്കൗണ്ട് എടുക്കുക. അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് ഇൻഷുറൻസ് സ്കീമുകളുണ്ട്. ആ ഇൻഷുറൻസ് കിട്ടുക. 799 സംതിങ് എമൗണ്ട് പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതോ ഒരു ഹെൽത്ത് ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. എനിക്കൊന്ന് നിവ ബൂപ്പയുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടാണ് അവർ ആ ഇൻഷുറൻസ്, ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ചെയ്യുന്നത്. അത് ആവശ്യമുള്ളവർക്ക് അത് എടുത്ത് വെക്കാം. വലിയ പൈസയൊന്നും ഇല്ലാത്ത ഒരുപാട് സാധാരണക്കാരുണ്ട് അതുകൊണ്ട് നാട്ടിൽ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരോടൊക്കെ ഇത് പറയാം, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. പൊതുവെ നമ്മളൊരു നല്ല പ്രവർത്തകനാണ്, ഞാനൊക്കെ നാട്ടിൽ കുറച്ച് സഹായിക്കുന്ന ആളാണ് എന്ന ചിന്താഗതി ഉള്ളവർക്ക് ഇതൊക്കെ നല്ല ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ഫാമിലി ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് വേണ്ടിയിട്ട് ഒരു അസുഖം വന്ന പണം പിരിക്കുന്നതിനപ്പുറം ആ തൊട്ടടുത്തുള്ള ഒന്ന് പോസ്റ്റ് ഓഫീസിൻ്റെ കൂടെ വരുമോ, എന്നിട്ട് അവർ ആധാർ കാർഡ് ഫോട്ടോ എടുത്തോ, എന്നിട്ട് അവരെയും കൂട്ടി കൊണ്ടുപോയിട്ട് ആ പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഒരു 799 രൂപ ഒരു ഇൻഷുറൻസ് നിങ്ങൾ എടുത്തു കൊടുത്താൽ നിങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ പുണ്യം അതായിരിക്കും. പണം പിരിക്കാൻ ഇറങ്ങേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു മാസം ഒരു ഫാമിലി, അടുത്ത മാസം ഒരു ഫാമിലി, അങ്ങനെ നിങ്ങളൊരു സഹായിക്കാൻ ഇറങ്ങുന്ന വ്യക്തിയാണ്. ഒരു മാസം നിങ്ങളുടെ നാട്ടിലുള്ള ഒരു 10 ഫാമിലിയിൽ നിങ്ങൾക്ക് ഒരു വർഷം 12 ഫാമിലി ഒരു വർഷം നിങ്ങൾക്ക് സഹായിക്കാൻ പറ്റും. ആകെ നിങ്ങൾക്ക് ചിലവ് വരുന്നത് ഈ പറഞ്ഞ 799
ഒരു മാസം. അങ്ങനെ എല്ലാ വീടുകളിലും പോസ്റ്റ് ഓഫീസിൻ്റെ ഇൻഷുറൻസ് പദ്ധതികൾ എത്തട്ടെ, ആൾക്കാരിൽ നല്ലൊരു അവയർനെസ് ഉണ്ടാവട്ടെ. അങ്ങനെ ഒരാൾക്ക് ഒരു അവയർനെസ് കിട്ടിയാൽ അയാൾ എടുത്തു കഴിഞ്ഞാൽ അയാൾ ആ വീട്ടിലെ അമ്മ മറ്റൊരു സ്ഥലത്ത് പോയിട്ട് പറയും. അപ്പോൾ എൻ്റെ അമ്മയാണ് എടുക്കുന്നതെങ്കിൽ എൻ്റെ അമ്മ കുടുംബശ്രീ പോകുമ്പോൾ ഞങ്ങൾ എടുത്തു കേട്ടോ 799 രൂപ ഇൻഷുറൻസ്, നിങ്ങളെടുത്തില്ലേ, എടുക്കണം. അപ്പോൾ അത് 4-5 ആൾക്കാരിലേക്ക് എത്തി. അപ്പോൾ എല്ലാവരും എടുക്കും. എന്തെങ്കിലും ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്ലെയിം ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അല്ലാതെ നാട്ടുകാരെല്ലാം കൂടി പണം പിരിക്കേണ്ട ഒരു അവസ്ഥയിലെത്തില്ല. ഇങ്ങനെയുള്ള ബോധമാണ് നമ്മൾ നാട്ടുകാരിലേക്ക് ഈ കുടുംബശ്രീകളിലും അതുപോലെ മറ്റുള്ള പദ്ധതികളിലും അല്ലെങ്കിൽ ഏതെങ്കിലും മീറ്റിങ്ങുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട. അല്ലാതെ നമ്മൾ മറ്റു വേറെ എന്തെങ്കിലും ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ട് എന്തിനു സമയം കളയണം. ഇപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ എല്ലാവരും ഡിസ്കസ് ചെയ്യട്ടെ, എല്ലാവർക്കും ഒരു സഹായമാവട്ടെ. ഈ ഒരു വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്താൽ അവർക്കതൊരു വലിയൊരു പ്രചോദനമായിട്ട് മാറും, വലിയൊരു ഉപകാരമായിട്ട് മാറുമെന്നതിൽ യാതൊരു തർക്കമില്ല. അപ്പോൾ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. താങ്ക് യു സോ മച്ച്.